ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് വന്നിട്ട് മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നാക്സാണ് ആക്കുന്നത്. ഞാനിതിന് ഗോബി എന്നാണ് പറയുക. ഇതിന് വേറെന്ത് പേരാണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പം ഞാനിത് ആദ്യമേ തന്നെ തിളക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് ചൂടാറിയ ശേഷം ഞാനിത് പിന്നെ ചെറിയൊരു സ്ലൈസായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടുന്നതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന് നമ്മുടെ ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും, രണ്ട് ഇതിലുള്ള വല്ല പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാനും പിന്നെ ഈ മഞ്ഞൾപ്പൊടി ഉപ്പും നമ്മളെ സഹായിക്കും. ഓക്കെ, ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എൻ്റെ മക്കൾക്കും നിയാസാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മോന്, കാരണം പച്ചക്കറിയൊന്നും കൂട്ടാത്ത ആളാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയാൽ വയറ്റിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ പക്ഷേ ഓയിലെല്ലാം മുക്കിയിട്ട് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. എങ്കിൽ കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു അംശമെങ്കിലും പിന്നെ എത്തുമല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ കോൺഫ്ലവറിൻ്റെ പൊടി ചോളത്തിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തത്. പിന്നെ മുളക് പൊടി, ചിക്കൻ മസാല, ഇതൊക്കെ അതിൽ ഇടുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റും അതൊക്കെ ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. പക്ഷേ ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ കുരുമുളകിൻ്റെ പൊടി അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം, പക്ഷെ ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം മക്കൾക്ക് ഒരുപാട് എരിവ് അത്ര പിന്നെ കുടിക്കില്ല. പിന്നെ കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പറയുന്നത് നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിൽ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം, നമ്മുടെ ഫാമിലിയിലേക്ക് കുറേ അംഗങ്ങൾ കൂടിയിട്ടുണ്ട്. ഒത്തിരിയേറെ സന്തോഷം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ്റെ പ്രശ്നമുണ്ടാകും, വയ്യ. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ 2 ദിവസം മുമ്പേ എടുത്ത ഒരു വീഡിയോ ആയിരുന്നു, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ഞാനിത് നമ്മുടെ ഗോബി അതിലേക്ക് ഇടുകയാണ്. ഫോണിൻ്റെ സ്റ്റാൻഡിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം ഇത് എത്രത്തോളം വീഡിയോ നല്ല രീതിയിൽ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. ഇനി എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. കാരണം ഒരുപാട് പേര് പിന്നെ വീഡിയോസ് കാണുന്നുണ്ട്. എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല സജഷൻസ് പറഞ്ഞ് തരാറുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഇപ്പോഴത്തേക്ക് മക്കൾ വരേണ്ട ടൈം ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കിയ ശേഷം നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നല്ലതാണ്. അപ്പോഴത്തേക്ക് നമ്മളെ ഈ ഒരു മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. ഈ കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ലാത്തവർക്ക് പിന്നെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടും പിന്നെ ഇത് എടുക്കാം കേട്ടോ. എൻ്റെ മൂത്ത മോന് പച്ചക്കറി അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. പക്ഷേ ഇത് നല്ലതൊന്നല്ല എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി അത്ര പോരെങ്കിലും ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കൽ കോഴിക്കോട് ബീച്ച് പോയ സമയത്ത് എൻ്റെ അനിയത്തി ഒരിക്കൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ആളതിൻ്റെ ഒരു പിന്നെ എന്ന് പറയണ്ടേ, ഈ ഒരു സാധനം അവിടെ കണ്ടാലും വിടൂല, അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം പിന്നെ ഞാൻ ഓർത്ത് നമുക്ക് എന്തുകൊണ്ട് പെറുക്കുന്നാക്കിക്കൂടാ. അപ്പം ഞാനിത് എൻ്റേതായ സ്റ്റൈലിൽ ആക്കുവാണ്. പക്ഷേ 2-3 തവണ ഞാൻ ആക്കി അടിപൊളിയാണ്. എനിക്കതും പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ സുഹൃത്തുക്കളെ. അപ്പോൾ ഞാനിത് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാൻ അധികം ചൂടാകാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ട്, കാരണം മക്കൾ സ്കൂളിൽ വിട്ടിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പില ഞാൻ ആദ്യം എണ്ണയിലേക്ക് ഞാനൊന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. കാരണം നല്ലൊരു സ്മെല്ലാണ് അത് ഇടുന്ന സമയത്ത്. മോന് സ്കൂളിൽ വിട്ട് വരുമ്പോഴേ ഉമ്മ എന്തോ ഇന്ന് സ്പെഷ്യലാക്കി വെക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പം ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നത് കണ്ടപ്പം. മാത്രമല്ല ഇത് തികഞ്ഞിട്ടില്ല, ഞാൻ തള്ളുന്നതല്ല, സത്യമായിട്ടും പറയുകയാണ്. ഇതാക്കിയിട്ട്
തേഞ്ഞിട്ടില്ല. നിയാസാക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സാധനം ഇഷ്ടത്തോടെ ആക്കുമ്പോൾ അത് ഇഷ്ടത്തോടെ അത് പിന്നെ കഴിക്കുന്നവർ ഒന്നും വേണ്ട, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇനി എത്ര വയ്യാണ്ടാക്കിയതാണെങ്കിൽ നമുക്കൊരു എനർജി ആണെന്നല്ലോ, ഒരു ഭയങ്കര സന്തോഷമാണെന്നല്ലോ. അപ്പം അതൊക്കെ തന്നെയാണ്. പിന്നെ നിയാസാറെ വായിന്ന് കേൾക്കാമെന്ന് പറയുന്നത് ശരിക്കും എനിക്ക് അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്. പിന്നെ കുറച്ച് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മോൻ്റെ ചങ്ങായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്പുറത്തേക്ക് പോയതാണ്. അപ്പോഴേക്കും നമ്മുടെ സാധനം ഇത് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.